കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് വേട്ട നടന്നു. 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ ഇന്നലെ രാത്രി 2 കിലോയ്ക്കടുത്ത് കഞ്ചാവ് പിടികൂടിയെന്നാണ് വിവരം. SFIയുടെ പാനൽ വിജയിച്ച കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ്, ആദിത്യൻ, ആകാശ് എന്നീ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരെ ജാമ്യത്തിൽ വിട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ അഭിരാജിനെയും ആദിത്യനെയും ശേഷം ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ലഹരി മാഫിയയുമായി ബന്ധമില്ലെന്ന് അഭിരാജും ആദിത്യനും 24നോട് പ്രതികരിച്ചു. നമ്മൾ പുറത്തേക്കായിരുന്നു. അത് പണ്ടത്തെ കാര്യമാണ് സാറേ. ക്യാമ്പസിൽ മുമ്പ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ജസ്റ്റ് വന്നതേ ഉള്ളൂ. അത് നമുക്കറിയത്തില്ല. നമുക്ക് ആ റൂം അലോട്ട് ചെയ്തിരുന്നേ ഉള്ളായിരുന്നു. നമ്മൾ ആ റൂമിൽ നമ്മളല്ല അതിൽ. അല്ല, ആ റൂം അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റൂമിലല്ല കിടക്കുന്നത്. സാറേ, നമ്മളവിടെ ഗേറ്റിൽ പണി എടുക്കാൻ പോയപ്പോൾ ഒരു 10-20 വണ്ടി വരുന്നുണ്ട്. ഓടിപ്പോയപ്പോൾ എൻ്റെ റൂമായി ഞാനും ഇല്ലാത്തതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിച്ചിട്ടുണ്ടാവില്ല. അല്ലല്ല, ഞങ്ങളെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടില്ല. ഹോസ്റ്റലിൽ പിടിച്ചത് വിദ്യാർത്ഥികളുടെ ആരും പിടിച്ചിട്ടില്ല. ഹോസ്റ്റലിൽ പിടിച്ചിട്ടില്ല. ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് നേരത്തെ താൻ പരാതി നൽകിയിരുന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് 24നോട് പറഞ്ഞു. ഹോളി ആഘോഷിക്കാനായി കഞ്ചാവിന് ഹോസ്റ്റലിൽ പണം പിരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോളേജിലേക്ക് പ്രതിഷേധം നടത്തി. രാഷ്ട്രീയത്തിന് അതീതമായ നടപടി വേണമെന്ന് KSU ആവശ്യപ്പെട്ടു. ആരായിക്കോട്ടെ, SFI ആവട്ടെ, KSU ആവട്ടെ, ആരും ആവട്ടെ, പക്ഷേ ലഹരിക്കെതിരായിട്ട് ഈ ലഹരി എന്ന വലിയ വിപത്തിനെ ചെറുക്കാനായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അതിന് ഈ വക തോന്നിവാസമാണ് ഇവിടെ ക്യാമ്പസിനകത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആരും നോക്കാനില്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒരു തരത്തിലും ഇവിടെ ഇപ്പോൾ ഇത്രയും നേരമായി, ഇന്നലെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി. ഇന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും അടക്കം വാർത്തകളും ഒക്കെ വന്നിട്ട് ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഇവിടെ ഇല്ല എന്നുള്ളൊരു സാഹചര്യം വന്നാൽ ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും? ഇതൊരു സ്ഥാപനമല്ലേ? ഇത് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, അവരുടെ ഭാവിയുടെ കാര്യത്തിൽ എന്തായിരിക്കും ഒരു ഉറപ്പ് നൽകാൻ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉള്ളതെന്നുള്ളതാണ്. വിവരങ്ങളുമായി കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിന് മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ്? യഥാർത്ഥത്തിൽ ഈ കഞ്ചാവിൻ്റെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ കൃത്യത കൈവരിക്കാൻ കഴിഞ്ഞോ? പോലീസും എക്സൈസും 2 ക്വാണ്ടിറ്റിയാണോ പറയുന്നത് ഇപ്പോഴും? സ്കൈൻ 2 കിലോ കഞ്ചാവ്, 2 കിലോക്ക് അടുത്ത് കഞ്ചാവ് പിടികൂടി. ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയത് അത്രയും തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിൽ കൂടുതൽ കഞ്ചാവ് ഉണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ്. അതിലൊരു എക്സാക്റ്റ് എമൗണ്ട്, എക്സാക്റ്റ് കിലോ അത് കുറച്ച് കഴിയുമ്പോൾ മാത്രം വ്യക്തമാക്കാനാകൂ. പരിസര പ്രദേശങ്ങളിലൊക്കെ പരിശോധന തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 2 പേർക്ക് ജാമ്യം ലഭിച്ചതാണ്. അവരുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. ആദിത്യനും അഭിരാജും, അവർ 2 പേരെയുമാണ് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടത്. അതായത് അവരുടെ പക്കൽ നിന്ന് കാര്യമായി കഞ്ചാവ് ലഭിച്ചിട്ടില്ല, അളവിൽ കുറഞ്ഞ കഞ്ചാവ് മാത്രമാണ് ലഭിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇവർ പറയുന്നത് തങ്ങളുടെ പക്കൽ നിന്ന് കഞ്ചാവേ പിടികൂടിയിട്ടില്ല, ഹോസ്റ്റലിനകത്ത് നിന്നാണ് പിടികൂടിയത്. ഈ കാണുന്ന ഹോസ്റ്റൽ പെരിയാർ ഹോസ്റ്റൽ എന്ന ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെ സമീപത്തുള്ള ഈ ഹോസ്റ്റലിൽ നിന്നാണ് ഇന്നലെ കഞ്ചാവ് പിടികൂടിയത്. ഡാൻസ് ഓഫും പോലീസും കേന്ദ്രീകരിച്ച് അവർ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കിട്ടിയത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളിൽ നിന്ന് വ്യാപകമായി പണപ്പിരിവ് നടത്തിയിരുന്നു. കഞ്ചാവ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ പണപ്പിരിവ്. ഈ വിവരമാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിക്കുകയും തുടർന്ന് ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളിൽ ചിലർ നിരീക്ഷണത്തിലാകുകയും ചെയ്തിരുന്നു. ഇന്നലെയോടുകൂടി ഇവിടെ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചു. ഇന്നലെ രാത്രി 9:30 പോലീസ് സംഘം, കളമശ്ശേരി പോലീസ് സംഘവും ഡാൻസ് ഓഫും ഹോസ്റ്റലിലേക്ക് എത്തി. അതിനുശേഷം 2 പേർ, മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികളെയാണ് ആദ്യം പിടികൂടുന്നത്. അവർ കഞ്ചാവ് ഉപയോഗിച്ചതിന് ശേഷം അവിടെ ഇരിക്കുകയായിരുന്നു. അവരുടെ പക്കൽ നിന്ന് ഏകദേശം 9 ഗ്രാമോളം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. ആ കഞ്ചാവ് പിടികൂടി അവരെ ചോദ്യം ചെയ്തതിനിടയിലാണ് ഈ മുറിയിൽ കഞ്ചാവ് ഉണ്ട് എന്നൊരു വിവരം അവരിൽ നിന്ന് ലഭിക്കുന്നത്. തുടർന്നാണ് താഴത്തേക്ക് ഡാൻസ് ഓഫ് സംഘവും പോലീസും ഇറങ്ങുന്നത്. അവിടെ ഒരു മുറിയിൽ പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് അവിടെ ഷിൽഫിനകത്ത് നിന്ന് കഞ്ചാവ് പിടികൂടിയത്. ഏകദേശം 1 കിലോ വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. തൊട്ടടുത്ത് തന്നെ ഈ കഞ്ചാവ് അളന്ന് തിട്ടപ്പെടുത്തി ചെറിയ പാക്കറ്റുകളായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഈ തൂക്ക് മെഷീൻ അടക്കം ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളിൽ നിന്ന് 500 രൂപ മുതൽ 2000 രൂപയോളം വരെ പിരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഹോളി ആഘോഷം മാത്രമാണോ ലക്ഷ്യം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ നേരിട്ട് പോയി കഞ്ചാവ് വാങ്ങിയതാണെന്ന് പോലീസ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് കളമശ്ശേരിയും അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളും കൊച്ചിയൊക്കെ കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പണം, ഇവർ സ്വരൂപിച്ച പണം ഈ കൊച്ചിയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ലഹരി മാഫിയ കണ്ണികൾക്ക് നൽകുകയും അവർ കഞ്ചാവ് എത്തിച്ച് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം
അന്വേഷണം പോകുകയും ചെയ്യുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 പേർക്ക് ജാമ്യം ലഭിച്ചു. ആകാശാണ് ഇപ്പോൾ ജയിലിലുള്ളത്, പോലീസ് സ്റ്റേഷനിലുള്ളത്. അയാളുടെ മുറിയിൽ നിന്നാണ് 1 കിലോ കഞ്ചാവോളം പിടികൂടുകയും ചെയ്തത്. ഇനി ഈ കേസിൽ 3ഓളം പേരെ പിടികൂടാനുണ്ട്. അവർ ഈ പോലീസ് പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവരുടെ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിടിയിലായ പ്രതികൾ തന്നെ ആ പേര് വിവരങ്ങളൊക്കെ പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഉടൻ പിടികൂടും. ഈ പിടിയിലായ ഇപ്പോൾ SFI യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറയുന്നത് തങ്ങളെ ഇതിൽ പെടുത്തിയതാണ്. തങ്ങൾ ഈ റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ ഹോസ്റ്റലിന് പുറത്താണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് തങ്ങൾ ഇതിൽ പെട്ടത് എന്ന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് അവരുടെ വിശദീകരണം. കുറച്ച് സമയത്തിന് ശേഷം എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അവർ തന്നെ ഒരു വിശദീകരണം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരു കോളേജ് ഹോസ്റ്റലിനകത്താണ് ഇത്തരത്തിൽ 2 കിലോഗ്രാമോളം കഞ്ചാവ് പിടികൂടിയതെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ആ കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് ഉപയോഗം മാത്രമല്ല, അതിൻ്റെ വിൽപ്പന, ചില്ലറ വിൽപ്പന നടക്കുന്ന ഘട്ടത്തിലാണ് പോലീസിൻ്റെ പരിശോധന ഉണ്ടാകുകയും അവരെ എല്ലാവരെയും ഈ വിൽപ്പന നടത്താൻ ശ്രമിച്ച ആളുകളെയൊക്കെ കസ്റ്റഡിയിലെടുത്തത്. പ്രീ പ്ലാൻഡായി നടന്ന ഒരു കഞ്ചാവ് വിൽപ്പന എന്ന് തന്നെയാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. ഇതിൽ ഈ കോളേജിന് പുറത്തുള്ള കണ്ണികൾക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. ഇവർക്ക് എവിടെ നിന്ന് കഞ്ചാവ് കിട്ടി, അതിലാണ് ഒരു വിശദമായ അന്വേഷണം ഇനി നടക്കുക. അതിലേറെക്കുറെ ചില വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുൻപും ഈ ഹോസ്റ്റലിൻ്റെ പരിസരത്ത് നിന്നൊക്കെ കഞ്ചാവുമായി ബന്ധപ്പെട്ടുള്ള മുൻ വിദ്യാർത്ഥികളെയൊക്കെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരക്കാരെയും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് വരികയാണ്. ഇന്നും ഒരുപക്ഷെ പോലീസിന്റെ ഒരു പരിശോധന ഇവിടെ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.